ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് CS22 പഠിക്കാം. CS22 പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓൺ മാനുഫാക്ചറിങ് കോസ്റ്റാണ്. സത്യത്തിൽ ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ദി സ്റ്റാൻഡേർഡ് ഈസ് ഡീൽസ് വിത്ത് പ്രിൻസിപ്പൾ മെത്തഡ് ഓഫ് ഡിറ്റർമൈൻ ദ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് എക്സൈസബിൾ ഗുഡ്സ് ആണ്. എക്സൈസബിൾ ഗുഡ്സിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് CS22. ഓക്കെ, യെസ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി പ്രൊഡക്ഷൻ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു CAS പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? CAS ഏതായിരുന്നു? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓൺ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ CAS ഇപ്പോഴും നിലനിൽക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ എക്സൈസബിൾ ഗുഡ്സിൻ്റെ ആണ്. അപ്പോൾ അടുത്ത ചോദ്യം, സാർ ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടി ഉണ്ടല്ലോ. എക്സൈസ് ഈസ് സ്റ്റിൽ ലെവിയബിൾ ഓൺ സം പ്രൊഡക്റ്റ്. ഇപ്പോഴും ചില പ്രൊഡക്റ്റുകൾക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അവിടെ എക്സൈസ് ഈസ് സ്റ്റിൽ ലെവിയബിൾ ഓൺ സം പ്രൊഡക്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, യാ. പിന്നെ വേറെ ഒന്നും പറയല്ല. ബ്രിങ് യൂണിഫോമിറ്റി, കൺസിസ്റ്റൻസി. പിന്നെ നമ്മുടെ മീൻസാണ് മെഷർമെൻറ്റ്, അസൈൻമെൻറ്റ്, പ്രസൻറ്റേഷൻ, ഡിസ്ക്ലോഷർ ഓഫ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ്. ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യണം. നിങ്ങൾ വെറും മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ പോരാ, ഏതും കൂടെ ഒപ്പം പഠിക്കണം. ഓഫ് എക്സൈസബിൾ ഗുഡ്സ് എന്നും കൂടെ പഠിച്ചു വെക്കണം.